പ്രിയപ്പെട്ട ഹാരിസ് ജില്ലാ പ്രസിഡന്റ്, മനീഷ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, മാധ്യമപ്രവർത്തകരെ സുഹൃത്തുക്കൾ, ഇന്ന് കേന്ദ്ര ബഡ്ജറ്റ് വരികയുണ്ടായി. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന എയിംസും അതുപോലെ തന്നെ വിഴിഞ്ഞത്തിനുള്ള ധനസഹായവും ഒന്നും കിട്ടിയില്ല എന്നത് മാത്രമല്ല, കേരളം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട വയനാടിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പാക്കേജോ പദ്ധതിയോ ഒന്നും തന്നെ വന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തിനും കൂടി ഉള്ളതല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ഇത് കേന്ദ്ര ബഡ്ജറ്റാണോ അതോ ബീഹാർ ബഡ്ജറ്റാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ബീഹാറിലെ 38 ജില്ലകളിൽ ഒരു ജില്ലയായിട്ടെങ്കിലും കേരളത്തെ കണക്കിലെടുത്തുവെങ്കിൽ ഇതിലും കൂടുതൽ പണം കേരളത്തിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കും അത്യാവശ്യമായ അടിയന്തര ആവശ്യങ്ങൾക്കും തരുമായിരുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണന അതേറെ നിഷേധാർഹമാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തോട് വലിയ രീതിയിലുള്ള അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിനുള്ള വട്ടപൂജ്യം ബഡ്ജറ്റാണ് കേന്ദ്ര ബഡ്ജറ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ചെങ്ങന്നൂർ കാർന്നവർ വധക്കേസിലെ പ്രതിയായ ഷെറിന് ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ഉടനെ തന്നെ അവരുടെ ഫയല് ശിക്ഷാ ഇളവിനുള്ളത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി അത് ജയിൽ ഉപദേശക സമിതിയുടെ പക്കൽ വരികയും വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് ജയിൽ ഉപദേശക സമിതി കൊടുക്കുകയും അത് ഉടൻ തന്നെ മന്ത്രിസഭാ യോഗത്തിലേക്ക് വരികയും മന്ത്രിസഭാ യോഗം പാസ്സാക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് സംശയിക്കുകയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ വളരെ ഉത്തരവാദിത്വപൂർണ്ണമായി ആരോപിച്ചു, ഇതിനു പിന്നിൽ ഗണേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ PAയ്ക്കും പങ്കുണ്ട് എന്നുള്ള ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ആരോപണം ഉന്നയിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും ഇതേവരെ അതിനകത്ത് ഒരു പ്രതികരണം നടത്താനോ ഇനി ഗണേഷ് കുമാറിനെ പേരിനെങ്കിലും ജ്യോതികുമാർ ചാമക്കാലയെ പേരിനെങ്കിലും ഒരു ചീത്ത വിളിക്കാൻ പോലും ഇവരാരും തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അവിടെ മണക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഷെറിൻ്റെ ബെസ്റ്റി ആരാണ്? ഷെറിൻ്റെ ബെസ്റ്റി ആയിരുന്നു ഗണേഷ് കുമാർ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലേക്കാണ് ഷെറിൻ്റെ അല്ലെങ്കിൽ കാർന്നവർ വധക്കേസിലെ പ്രതിയുടെ ശിക്ഷാ ഇളവ് നൽകിയിരിക്കുന്നത്. എന്താണ് ഇവർക്കൊക്കെ ഈ ക്രിമിനൽ കൂട്ടുകെട്ട്? എന്തിനു വേണ്ടിയിട്ടാണ്? ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനലായ സ്ത്രീയുമായി കേരളത്തിലെ മന്ത്രിക്കുള്ള ബന്ധം എന്താണ്? കേരളത്തിലെ മന്ത്രി ഇവരെ തുടരെ കാണുന്നുവെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ ആരോപിച്ചിട്ട് അതിൽ പ്രതികരണം പോലും നടത്താനാവാത്ത വിധം മന്ത്രി ദുർബലനായത് എന്തുകൊണ്ടാണ്? ഒരു മന്ത്രി മാത്രമല്ല, ഷെറിൻ്റെ ബെസ്റ്റിയാണ് ഗണേഷ് കുമാറെങ്കിൽ ഷെറിൻ്റെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ 2 മന്ത്രിമാരുടെ ഇടപെടലാണ്, ബെസ്റ്റിയുടെ ഇടപെടലും ലോക്കൽ ഗാർഡിയൻ്റെ ഇടപെടലുമാണ് ഷെറിന് അതിവേഗ ശിക്ഷാ ഇളവിലേക്ക് നയിക്കപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രയോ ഫയലുകൾ പെൻഡിങ് ആണ്. മന്ത്രിസഭയിൽ ഈ ഫയല് കാണുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഒപ്പിട്ടുവെങ്കിൽ ഈ മുഖ്യമന്ത്രി എന്ത് കണ്ടിട്ടാണ് ഈ ശിക്ഷാ ഇളവ് ഒപ്പിട്ടിരിക്കുന്നത്? മാനസാന്തരം വന്നുവെന്നാണ് ജയിൽ ഉപദേശക സമിതി പറഞ്ഞിരിക്കുന്നത്. എന്താണ് മാനസാന്തരം? ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചത് കൊണ്ട് കേരളത്തിലെ 4 ജയിലുകളിൽ കിടക്കേണ്ടി വന്നതാണോ മാനസാന്തരം? ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതാണോ മാനസാന്തരം? ജയിൽ ഉദ്യോഗസ്ഥരെ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കാതിരുന്നതാണോ മാനസാന്തരം? ഈ മാനസാന്തരത്തിൻ്റെ പേരിലാണോ ജയിൽ ഉപദേശക സമിതി ഇവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഉടനെ തന്നെ പുറത്തിറക്കണം എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചത്? അതുകൊണ്ട് തന്നെ ഷെറിൻ്റെ ഇളവിൽ അവരുടെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തതിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാർക്ക് പങ്കുണ്ട്. അതിലൊരു മന്ത്രി ബെസ്റ്റിയായ മന്ത്രിയായ ഗണേഷ് കുമാറാണ്. രണ്ടാമത്തെ മന്ത്രി ചെങ്ങന്നൂരിൽ നിന്നുള്ള ലോക്കൽ ഗാർഡിയനാണ് എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും
ഗവർണർ ആ ഫയല് ഒപ്പിടരുത് എന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്.